ഭാര്യമാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. തടകാവനം പ്രാപിച്ചിടിനോരനന്തരം കൂടസ്മേരവും കൊണ്ട് പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരി ചേരാവ മാറില്ല ഈ വഴിയാരുമേതു കാലവും കാടിനു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാലും നേർവഴി നടപ്പില്ല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്ന് ചെറുഞാണലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം ചെറുയാണലി കേട്ടു കോപിച്ചു നിശാചലി പെരിക വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരം അയച്ചു രാഘവനും ചെന്നു താടക മാറിൽ കൊണ്ടിതു രാമബാണം ഭാരതിൽ മല ചിറകറ്റു വീണതുപോലെ രൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ട് അവർ സന്ധ്യാവന്ദനം ചെയ്ത് യാത്രയും തുടങ്ങിന രാത്രയാ പുലർകാലെ മുക്കിത് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെതിരേറ്റ് വന്നിച്ചാരതു നേരം രാമലക്ഷ്മണന്മാരും വന്നിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താർ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ തേ നമഃ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്ത് താപസോത്തമാ ഭവാൻ ദീക്ഷിക്കാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവന്നേത് ചെയ്തും ദുഷ്ടരാം ദിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ട് ഞാൻ തപോനിധി യാഗവും ദീക്ഷിച്ചത് കൗശികൻ അതുകാലം ആഗമിച്ചത് നക്തഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലേ